വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഈവനിങ്ങിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാസ്തയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ അതാ ഇത്രയും വലുപ്പത്തിലാണ് മുറിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണും പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂണും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 3/4 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1.5 ടീസ്പൂണ് സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. ഇനി സ്റ്റൗ കത്തിച്ചിട്ട് ഞാനിവിടെ പാസ്ത വേവിക്കാനുള്ള വെള്ളം ഒരു പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 250 ഗ്രാം പാസ്തയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് കുക്കായി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ചിക്കൻ റെഡിയാക്കാൻ വേണ്ട പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ ചെറിയ ചെറിയ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ വേവാനുള്ള വെള്ളമൊക്കെ ഇതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നോളും. അപ്പോൾ അത് നമ്മുടെ പാസ്ത ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹാഫ് കുക്കായിട്ടുള്ളൂ കേട്ടോ. ഒന്നും കൂടെ വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ അത് ചിക്കനിലൊക്കെ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചിക്കന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പീസ് ആയതുകൊണ്ടും പിന്നെ ബോൺലെസ് പീസ് അല്ലേ. പിന്നെ നമ്മൾ സോയാ സോസൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി വരും. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും കറക്റ്റായിട്ട് വന്നോളും വെള്ളമൊക്കെ. അപ്പോഴേക്കും എന്താ പാസ്ത നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. ഇപ്പോൾ ഇതാ ചിക്കനിൽ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാള അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള ഒന്ന് വഴന്ന് കിട്ടണം. അതായത് ആ കടി ഒന്ന് മാറുന്നത് വരെ വഴന്ന് കിട്ടിയാൽ മതി. ഒരുപാടൊന്നും വഴറ്റിയെടുക്കേണ്ട. അപ്പോൾ ആ സവാള ഒന്ന് നന്നായിട്ട് വഴന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നും കൂടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സവാളയും ചിക്കനും ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഇനി ചിക്കനും പാസ്തയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചിക്കനും പാസ്തയും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്കത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ മറ്റൊരു പാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ബട്ടർ ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോയിട്ട് നമ്മുടെ ഇതിൻ്റെ പാസ്തയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു ബട്ടറിൽ ഇട്ടിട്ടൊന്ന് മുളക് പൊടി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മൂത്ത് വന്ന ശേഷം മുളക് പൊടിയുടെ ഒക്കെ പച്ച കുത്തൊന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കിതൊന്ന് ബട്ടറുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് സോസാക്കി എടുക്കണം. അപ്പോൾ പാല് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഈ കട്ടകളൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ ബാക്കി കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു സോസിൻ്റെ പരുവത്തിലാക്കി എടുത്താൽ മതി കേട്ടോ. പാലൊഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാലൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും തന്നെ മതി. ഇനി കൂടുതൽ സമയം വെച്ചാൽ ഇനി ഇതും പാലൊക്കെ വറ്റിയിട്ട് ടൈറ്റായി പോകും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്കിത് പാസ്തയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരണം. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യണം. ചൂടോടെ കഴിക്കുമ്പോഴേ ഉള്ള ടേസ്റ്റ് ഉണ്ടാവുക. കാരണം ആ ചീസൊക്കെ മെൽറ്റായിട്ടിരിക്കുന്ന ആ ഒരു ഇതിൽ തന്നെ കഴിക്കണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്